മഴയാണല്ലോ. എന്താണ് അവിടെ തന്നെ നിക്കണത്? പണിയൊന്നും ചെയ്യണില്ലേ? എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെല്ലാം പോത്ത് പോലെ കിടന്നിറങ്ങും. അപ്പോഴാണ് ഞാൻ കാളനെ പോലെ പണിയെടുക്കുന്നത്. മിറ്റടിച്ചാൽ വെള്ളമായത് കാരണം മിറ്റടിച്ച് ഇല കളയാൻ പറ്റിയില്ല. ആ കമ്പി എടുത്തെങ്കിലും അതൊന്ന് കുത്തിക്കള വന്നപാടെ നിൽക്കാതെ. ദൈവമേ, ഈ മഴയും കാറ്റും കാരണം എൻ്റെ ചെത്തി മറിഞ്ഞു പോയല്ല. എന്താ ചെയ്യണം? നന്നായിപ്പോയി. അച്ചാമ്മടി ഉണക്ക മരമൊക്കെ കാരണം ഞാൻ ഈ കിടന്ന് ഈ മഴയത്തും കൂട്ടണ്ടത് വന്നില്ല. പോയി മഴയത്തെ ആ ചെടിയുടെ പുറത്ത് തന്നെ എല്ലാം വീണ് ഒടിഞ്ഞ് ചെടി എല്ലാം നഷ്ടപ്പെടണം. ഇത് വീണ കറിക്കും ഒരു സാധനം ഇല്ലല്ലോ കൊച്ച്. നമുക്കൊരു അച്ചിങ്ങ എടുത്തുവല്ലോ. ആ വല്ല പച്ചക്കറി മേടിക്കാം. മഴയും അച്ചാമ്മേ എന്ത് അത് കണ്ട? അത് കൂരിയാണല്ലോ കൊച്ച് കൊണ്ടുവന്നെ. നമുക്കിത് ചോദിച്ചാലാ? ചോദിക്കാം. എൻ്റെ കൊച്ചു നല്ല മഞ്ഞക്കൂരിയാണല്ലോ അടി. ഇതെവിടെ നിന്നാണ് ഈ കൂരി? ഒരിടത്തുനിന്ന് പിടിക്കാം. നല്ല കൂരിയാണല്ലോ, മഞ്ഞക്കൂരിയാണല്ലോ. ഞങ്ങൾക്ക് ഇച്ചിട്ട് തരുവാ. ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി. ചേടാ, ആ മനുഷ്യനെ അടിച്ചിട്ട് കൂരി ചോദിച്ചിട്ട് തന്നില്ലല്ലോ. കൊതി കിട്ടണ്ട, വെള്ളം കളഞ്ഞേക്കാം. അത് പോട്ടെ അച്ചാമ്മേ, നമുക്കേ മഴ തോറും നിൽക്കണേല്ലേ, ആ സെറാ ഗിഫ്റ്റ് ഹൗസിൽ ചെന്നിട്ടേ ബാഗ് വാങ്ങിച്ചിട്ട് വരാം. അതെവിടെ? നമ്മുടെ ഇടമല്ലൂര്. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൂരി മേടിച്ചോണ്ട് പോരാ. ആ, ഇന്ന് കൂരിക്കറി വെച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. അയാളങ്ങോട്ട് കൊണ്ടുപോട്ടെ. വലിയ കടയാണല്ലോ മോളെ. വാ. പക്ഷേ ബാഗ് ഉണ്ടോ ഇവിടെ? ആ, ബാഗ് ഇവിടെ കിടപ്പുണ്ടല്ലോ. നല്ല ബാഗാണല്ലോ, അതേ നോക്കി മേടിക്കും. ഈ ബാഗുമായിട്ടേ അച്ചാമ്മ സ്കൂളിൽ പോക്കോ. എനിക്ക് കോളേജ് ബാഗാ വേണ്ടത്. എങ്ങനത്തെ ബാഗാണ് നോക്കണേ? കോളേജ് ബാഗ് ഉണ്ടോ? ഇതൊക്കെ സ്കൂൾ ബാഗാണ്. കോളേജ് ബാഗ് എന്താ ഇതൊക്കെയാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ഐറ്റമാണ്. ചെരുപ്പൊക്കെ ഫസ്റ്റ് ഫ്ലോർ ഐറ്റം സെക്ഷനാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കമ്പനിയിൽ തന്നെ ചെയ്യുന്ന ടൈപ്പാണ്. സർവീസ് ഗ്യാരണ്ടി ഒക്കെ ഉള്ളതാണ് കോളേജ് ബാഗിനൊക്കെ. മോളെ ഈ ബാഗ് ഇങ്ങോട്ട് തന്നെ. അതായിരുന്നെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ വെക്കായിരുന്നു. ഇത് കൊള്ളാലടി മോളെ. കൊറേ ബാഗ് ഉണ്ടല്ലേ? അച്ചാമ്മ കണ്ട ശരത്തേട്ട നിൽക്കണേ. ശരത്തെ എന്താണ്? സ്കൂൾ ഉറപ്പല്ലോ ഓനാമേ. അപ്പൊ കുഞ്ഞാറ്റക്കുള്ള ബാഗും വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. വാങ്ങിച്ചാ? നോക്കിക്കൊണ്ടിരിക്കണാണ്. നല്ല കളക്ഷൻ ആണല്ലോ. അപ്പൊ ഇത്രയും വിലക്കുറവുള്ള കട ഇപ്പൊ വേറെ ഇല്ല. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ സ്കൂൾ മേള നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വില കുറച്ച് സാധനം മേടിച്ചിട്ടും പോവാം. ഈ കുപ്പി ഞാൻ എടുക്കണം. എനിക്ക് കടയിൽ വെള്ളം കൊണ്ടുപോകാല്ലോ. ഈ കുപ്പി അതിന്റെ അടിവശത്ത് തന്നെ എല്ലാത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്തായിട്ടാണ് വേണ്ടത്? മോൾക്ക് ബാഗ് മേടിക്കാൻ വന്ന ഇവിടെ എല്ലാ ഐറ്റം കൊണ്ട് സ്കൂൾ ഐറ്റംസ്, ടെസ്റ്റും യൂണിഫോമും അല്ലാത്ത ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. പല പല ഏത് മോഡൽ വേണം, എന്ത് ഐറ്റം വേണമെന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും നമുക്ക് ഇവിടെ കിട്ടും. എന്നാ പിന്നെ 2 ടീച്ചർമാരെ കൂടി വെച്ചായിരുന്നെങ്കിൽ ഇത് സ്കൂളാക്കായിരുന്നു. ഇത് പഴനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയതാണല്ലോ. ഇത് കൊള്ളാല്ലേ അച്ചാമ്മ? നോക്കി. നല്ല ബാഗാണ് ചേച്ചി. എടുത്ത് ഒരു കുഴപ്പമില്ല. ഗ്യാരണ്ടി ഉള്ളതാണ്. ഞങ്ങൾ തന്നെ ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്നതാണ്. 20 വർഷത്തോളമായി നമ്മൾ ചെയ്യുന്നത്. വേറെന്താ വേണ്ട? ഇതെന്താ ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ട് ഒരു പേഴ്സ് പോലും എടുക്കണ്ടേ? മോശമല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കുന്നത് 3000 രൂപ മേലെ സ്കൂൾ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഇതുണ്ട്. ഗിഫ്റ്റ് ഉണ്ട്, നല്ല ഗിഫ്റ്റാണ്, സ്പെഷ്യൽ ഗിഫ്റ്റാണ്. പിന്നെ നോട്ട്ബുക്ക് ഉണ്ട്, ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിന് 20% മേലെ ഓഫർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കും. ഞാനെടുത്ത പൂരിയെല്ലാം തീർന്നേട്ടാ. അച്ചാമ്മ അവിടെ എന്താണ് വെറുതെ ഇരിക്കണ? 2 പൂരി തേക്കാൻ എടുത്തോണ്ട് പോയിട്ടാണ് അച്ചാമ്മേ. ഞാൻ എടുത്തോണ്ട് പോയത് തീർന്നു. വെള്ളപ്പണിയില്ല, കയ്യിലില്ല. കൊച്ചിയിൽ ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ രാവിലെ അല്പനേരം വിട്ടുനിന്നെങ്കിലും പിന്നീട് ഇടിമിന്നലോടുകൂടി കൂടുതൽ ശക്തി പ്രാപിച്ചു.
ഇല്ല അരിഞ്ഞോ വെച്ചേ? അതേം ചൂടേ ഉള്ളത്. എന്നാ വേഗം അരിഞ്ഞെടുക്ക്. എന്തോന്ന് ചാമേ പൂക്കച്ചു കൊല്ലണ പോകഞ്ഞ കണ്ണിലേക്ക് കയറണം. മിക്കവാറും 2 ദിവസം കൊണ്ട് നമ്മൾ ഒലിച്ചു പോകും. നല്ല മഴക്കാറ്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുകയും ചെയ്തു. വെച്ചേ ആ റേഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്തേ. ബുക്കും ബാഗും ഒക്കെ ഇന്ന് വാങ്ങിച്ച്. ഇനിയിപ്പോൾ എന്നാ കോളേജ് തുറക്കണം പോണതൊക്കെ? അടുത്ത ആഴ്ച തുറക്കുമല്ല. ഇതൊന്ന് ഇളക്കിക്ക്. ഉപ്പിടണ്ടേ? ആക്കിയിടാം. ഭയങ്കര പുകയാണ് ചമ്മേ, രക്ഷയില്ല. കൊച്ചെന്ന് അങ്ങോട്ട് മാറുന്നു. അച്ഛമ്മ ഇതെല്ലാം ചെയ്യും. ഇതിൻ്റെ കൂടെ എന്താടി കഴിക്കേണ്ടത്? നമുക്കെന്നാ ഇതിൽ പുട്ടുണ്ടാക്കിയല്ല. പുട്ടാണോ ഇഷ്ടം? ആ എനിക്ക് തേങ്ങ ചെണ്ടിടും. തേങ്ങ അല്ലേ? തേങ്ങ ഞാൻ തേങ്ങ ഇട്ട് വരാം ഉണ്ടാക്കേ. ഓ ഏത് നേരത്താണോ പുട്ടുണ്ടാക്കാൻ പറഞ്ഞത്? അച്ഛമ്മയിലേക്ക് നമുക്ക് ചോറും കൂട്ടി കഴിച്ചാ പോരെ? എന്താ കാര്യം? അത് നിങ്ങൾ പോച്ചിട്ട് വന്നേ. ഓ ഒരു കൊച്ചു അതിനാലും നല്ല റേഡിയോ ഓൺ ചെയ്യായിരുന്നു. കണ്ണമ്മ അയ്യോ മൊത്തം വെള്ളമല്ല. അച്ഛാമ്മേ ആ കിഴക്ക് വശത്ത് മൊത്തം വെള്ളം കയറണുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ പെയ്ത്താണെങ്കിൽ 2 ദിവസം കൊണ്ട് ആളുകളെല്ലാം ഒഴുകി പോകും. ലൊക്കേഷൻ നല്ലോണം കയറണുണ്ടോ? അത്യാവശ്യം നല്ലോണം കയറിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ചെടിയൊക്കെ പോവും. എൻ്റെ വെച്ചാൽ ആ താലം പിടിച്ചെന്നൊക്കെയാണ് തേങ്ങയുടെ ഇത് തന്നെ. ഓ ആ ഹലോ എടി മോളെ, അവിടെ മഴയുണ്ടാ? തണുപ്പൊക്കെയാണോ അവിടെ? അവിടെ തണുപ്പാണ്, ഇവിടെ ആകാന്ന് പറഞ്ഞിട്ടില്ല. പിള്ളേരെ നോക്കിയേക്കണേ. പിള്ളേരെ നോക്കിയേക്കണം. സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും മഴയാണെങ്കിൽ? ആ ഒട്ട് ഇത് തള്ളി പരുവത്തിലാക്കി. ആ ഡേ ഒട്ട് കുത്തി പൊടിച്ചിട്ടേക്കണ കാര്യം പറഞ്ഞു. ഈ തള്ളു മാത്രമേ ഉള്ളൂ. അച്ഛാമ്മ ഉണ്ടാക്കിയ പുട്ട് കലക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ തേങ്ങ കൂടുതലിട്ട് ഉണ്ടാക്കിയിട്ടാണ് അത് പൊടിഞ്ഞു പോയത്. ഉവ്വ ഉവ്വ. പൊടിച്ചല്ലേ തിന്നാനുള്ളത്. മോളെ കിട്ടുന്ന സാധനം ഒരു രക്ഷയില്ല. കൂരിയാണ് ഇപ്പം ഈ സമയത്ത് കഴിക്കണം കൂരി. അത് ചേട്ടനേക്കാൾ നന്നായി. അതുകൊണ്ടല്ലേ നമുക്ക് വാശി പിടിച്ച് കൂരി കറി ഉണ്ടാക്കിയത്. ആ പിന്നെ അല്ലാതെ നമുക്ക് തന്നിരുന്ന പറഞ്ഞ് വേറെ മേടിച്ച് നാളത്തേക്കും വെച്ചേക്കണേ. നാളെ ഇതിനെല്ലാം അടിപൊളിയായിരിക്കും. അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? കുടിച്ചു നോക്ക്. കൊള്ളാം. എൻ്റെ കൊച്ചേ, മഴ വരാൻ പോണല്ലോ കൊച്ചേ, എന്ത് ചെയ്യും?
അച്ചാമ്മയുടെ എല്ലാ ചെടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുകയും മഴയോടെ.